ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അതില് എന്ത് സംസാരിക്കും, എന്തിനെ പറ്റി സംസാരിക്കും എന്ന് ആലോചനയിടയ്ക്ക് തോന്നിയ ഒരു തോട്ടാണ്. ഞാൻ എന്റെ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ ഒരു ഡൈഹാർഡ് മോഹൻലാൽ ഫാനായ ഞാൻ ലാലേട്ടനെ റിലേറ്റ് ചെയ്തിട്ട് എന്ത് കാര്യം സംസാരിക്കാനാണ് ഒരു കൂടുതൽ ഇഷ്ടമാണ് എപ്പോഴും. സോ അതിനിടയ്ക്ക് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ മാർക്കോ റിലീസ് ആവുന്നു. ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞ ആക്ടറോടുള്ള ഇഷ്ടം അത് വളരെ ഇരട്ടിയായി വർദ്ധിക്കുന്നു. സോ അദ്ദേഹത്തിനെ കുറിച്ച് കുറെ വീഡിയോസ് ചെയ്യുന്നു. ചാനലിൽ ഒരുപാട് ഉണ്ണിമുകുന്ദൻ ഫാൻസ് വരുന്നു. സോ ഭയങ്കര സന്തോഷത്തില്. കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്ന ആക്ടറിനെ കുറിച്ചാണ് ഞാൻ എപ്പോഴും എന്റെ വീഡിയോ ചെയ്യാറ്. അല്ലാതെ നോക്കുന്ന ട്രെൻഡുകൾ അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ അന്നൊന്നും വരുന്ന ട്രെയിലർ, ടീസർ എല്ലാ ആക്ടേഴ്സിനെ കുറിച്ച് ഞാൻ ഇന്നേവരെ അങ്ങനെ എന്റെ ചാനൽ ചെയ്തിട്ട് ഇങ്ങനെ പറയുന്നത് പോലും അത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ വേറെ കാര്യങ്ങൾക്കൊന്നുമില്ല. സോ ഓൾറെഡി എനിക്കറിയാവുന്ന കാര്യമാണ് ഉണ്ണിമുകുന്ദൻ ഒരു വലിയ മോഹൻലാൽ ഫാനാണെന്നുള്ളത്. സോ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും അതിന്റെ കൂടെ അദ്ദേഹത്തിന്റെ വേറെ ഒന്ന് രണ്ട് മാറ്റേഴ്സും കൂടി സംസാരിക്കാന്ന് വെച്ചൊരു വീഡിയോ ചെയ്യണം. അപ്പൊ ആദ്യം ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ എത്ര പേരുണ്ട് കോമൺ മോഹൻലാൽ ഉണ്ണിമുകുന്ദൻ ഫാൻസ്? ഒന്ന് കമന്റ് ചെയ്യുക. അങ്ങനെ എത്ര പേരുണ്ട് ഒന്ന് കമന്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു കുറച്ച് പേര് അങ്ങനെ ഉണ്ട് എന്ന്. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന സുഖം എന്താന്ന് ചോദിച്ചാല് സത്യത്തിൽ എനിക്കറിയില്ല. പക്ഷെ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ കുറച്ച് സെൽഫിഷ് ആണ് തോന്നുന്ന കാര്യത്തിൽ. കാരണം ഞാൻ എപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട വേറെ ആക്ടേഴ്സ്, അതർ ആക്ടേഴ്സ്, അപ്പോൾ ലാലേട്ടൻ ഇല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ട അതർ ആക്ടേഴ്സ് ഉണ്ടാവില്ല. സോ അവരും മോഹൻലാൽ ഫാൻ ആണെന്ന് പറയുമ്പോൾ നമുക്കുള്ള ഒരു കുളിരാണ്, ഒരു സന്തോഷമാണ്. അതുപോലെ ചില ആക്ടേഴ്സ്, നമുക്ക് ഇഷ്ടമുള്ള ആക്ടേഴ്സ്, ഞാൻ മമ്മൂക്ക ഫാൻ ആട്ടോ എന്ന് പറയുമ്പോൾ ഇത് മേ ബി സെൽഫിഷ് ആയതുകൊണ്ടാണ്, എല്ലാവരും അങ്ങനെ ആയിരിക്കും. അപ്പൊ എനിക്ക് അവർക്ക് കേൾക്കുമ്പോൾ എന്തോ ഞാൻ വെരി ജെന്യൂൻ ആയിട്ട് പറയാൻ സംസാരിക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, മമ്മൂക്കയോട് വിത്ത് ഓൾ റെസ്പെക്ട്, മമ്മൂക്ക എപ്പോഴും ഉണ്ട്. ബട്ട് മോഹൻലാൽ ഫാനായ നമ്മൾക്ക്, കാരണം ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് പൃഥ്വിരാജിനെ ഭയങ്കര ഇഷ്ടമാണ്, ഫഹദ് ഫാസിലിനെ ഭയങ്കര ഇഷ്ടമാണ്, ആസിഫ് അലിയെ ഭയങ്കര ഇഷ്ടമാണ്, ഉണ്ണിമുഖത്തിനെ ഭയങ്കര ഇഷ്ടമാണ്. ലക്കിലി ഇവരെല്ലാവരും ഒരു കടുത്ത മോഹൻലാൽ ആരാധകനാണ്. അത് അത് ഒരു ഡബിൾ സന്തോഷം നമുക്ക്. മാത്രല്ല ഈ ഒരു ആൻസർ മോഹൻലാൽ ഒരു മമ്മൂട്ടി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ഈ ആക്ടേഴ്സ് ഒക്കെ നേരിടുമ്പോൾ അവരെ വളരെ ബുദ്ധിമുട്ടും അതിനെ ആൻസർ ചെയ്യാൻ. പക്ഷെ അത് വളരെ വ്യക്തമായിട്ട് ആൻസർ ചെയ്ത ആൾക്കാരാണ് ഈ ഉണ്ണിമുകുന്ദൻ, ആസിഫ് അലി, പൃഥ്വിരാജ് പോലത്തെ ആൾക്കാരൊക്കെ. കാരണം ആസിഫ് അലിക്ക് ഒരുപാട് ഇന്റർവ്യൂ പറയുന്നത് കേട്ടിട്ടുണ്ട്, മമ്മൂക്ക ഭയങ്കര റെസ്പെക്ട് ആണ്, ബട്ട് ഒരു കടുത്ത മോഹൻലാൽ ആരാധകനാണ്. ഇൻ ദ സെൻസ് വെരി ഡീറ്റെയിൽ ആയിട്ട് വളരെ വ്യക്തമായിട്ട് അവര് അതിനെപ്പറ്റി പറയണം. അതുപോലെ ഉണ്ണിമുകുന്ദന്റെ ഫസ്റ്റ് സിനിമ മമ്മൂക്കയുടെ കൂടെയാണ്. പക്ഷെ ഉണ്ണിമുകുന്ദൻ അത് പഴയ ഇന്റർവ്യൂസിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം അത് വളരെ ഇതിൽ പറഞ്ഞത് ഭയങ്കര റെസ്പെക്ട്, ഭയങ്കര ബഹുമാനാണ്. എന്റെ ഫസ്റ്റ് സിനിമയില് മമ്മൂക്ക ഉണ്ടായിരുന്നു, എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനൊരു മോഹൻലാൽ ഫാനാണ്. This or that, Fahad Fasil or Prithviraj Sukumaran? पृथ्वीराज Prithviraj or Tovino Thomas? पृथ्वीराज Prithviraj or Nitya Menon? पृथ्वीराज Prithviraj or Nayantara? कौन पृथ्वी है? Okay, Prithvi or Dalkeet Salman? दुलकर सलमान पृथ्वी Prithvi or Mohanlal ji? मोहनलाल Mohanlal ji or Mammootty? बहुत Both. You have to choose one. नो इट्स नॉट फेयर फिर भी. नहीं दोनों आई एम वेरी क्लोज टू बोथ ऑफ देम अच्छा ओके, मोहनलाल, ममूटी और आमिर खान? मोहनलाल मोहनलाल और अक्षय कुमार? मोहनलाल അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഒരുപാട് പേര് അങ്ങനെയാണ്. സോ ഇപ്പം ഞാനിത് പറയാനുള്ള വേറൊരു കാരണം വെച്ചാൽ, ഉണ്ണിമുകുന്ദൻ ഈ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ ശേഷം ഹിന്ദി ചാനലുകൾക്ക് കൊടുത്ത ഇന്റർവ്യൂലൊക്കെ അതായത് ഒരാൾ ഒരു ചോദ്യം ചോദിക്കാതെ പോലും ലാലേട്ടന്റെ പേര് എടുത്ത് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷവും അത്ഭുതവും. കാരണം അതേ മാർക്കോ ഇറങ്ങി ഫസ്റ്റ് കൊടുത്ത ഇന്റർവ്യൂവിൽ പോലും, ഒരു ബോളിവുഡ് ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂ ഒരു ക്വസ്റ്റിനോ റിലേറ്റഡ് വന്നിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം ലാലേട്ടനെ പറ്റി പറയാണ്. കാരണം അത് ഞാൻ ഇവിടെ പറയാൻ ഒരു റീസൺ കൂടി ഉണ്ട്. കാരണം എനിക്ക് പലപ്പോഴും തോന്നിയ കാര്യം കൂടിയാണ് അദ്ദേഹം അവിടെ സൂചിപ്പിച്ചത്. എന്താന്ന് വെച്ചാല് ലാലേട്ടനൊന്നും അവർ ഡിസേർവ് ചെയ്യുന്ന ഒരു ഇന്ത്യയിൽ പോലും കിട്ടിയിട്ടില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണത്. കാരണം ഇത്ര ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ലാലേട്ടനെ അറിയാത്ത ഒരുപാട് പേര് ഇന്ത്യയിലുണ്ട്. സോ അതിന് ആ ഒരു മാറ്ററിനെ കുറിച്ച് തന്നെയാണ്. കാരണം ഇങ്ങനത്തെ സിനിമകൾ വരണം, ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജിലും പോയി സംസാരിക്കുന്ന സിനിമകൾ, അവിടെ ഹിറ്റ് ആവണ സിനിമകളൊക്കെ എന്ന് അദ്ദേഹത്തിന്റെ ഒരു സങ്കടം പറഞ്ഞു ഉണ്ണിമുകുന്ദൻ. കാരണം ലാലേട്ടൊന്നും ഡിസേർവ് ചെയ്ത ഒരു പദവിയിലേക്ക് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ, നമുക്കറിയാം ആരൊക്കെയാ പാൻ ഇന്ത്യൻ സ്റ്റാർസ്, ഏറ്റവും അർഹനായ അഭിനയത്തിന് ഏറ്റവും വലിയ തലപ്പത്തിരിക്കുന്ന അദ്ദേഹം ഒന്നും ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് ഉണ്ണിമുകുന്ദന്റെ ഒരു കൺസേൺ അദ്ദേഹം അവിടെ പറയണ്ടേ. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഇന്റർവ്യൂല് ലാലേട്ടന്റെ ഒക്കെ 10% അഭിനയിച്ചാൽ ഞാനൊക്കെ വലിയ ആക്ടർ ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. इंडस्ट्री में मोहनलाल सर है हमारे,
तो उनका बेंचमार्क इतना हाई है कि व्हेन यू वांट टू बी लाइक हिम, थोड़ा बहुत भी कर लिया तो लोगों को लगता है कि बहुत अच्छा कर लिया. अच्छा, ये हम नहीं बोल रहे हैं, ये ऑडियंस बोल रही है. हाँ, और സോ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഈ റീസെന്റ് കൊടുത്ത ഇന്റർവ്യൂല് പറഞ്ഞാണ്. ഉണ്ണിമുകുന്ദൻ ഒരു ലാലേട്ടന്റെ ആരാധകനാണെന്ന് അതിനൊരു സംശയത്തിന്റെ കാര്യമില്ല. സോ ഇത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ വീഡിയോ എനിക്ക് അറിയില്ല. കാരണം അത് മോഹൻലാൽ ഫാൻസിന് മനസ്സിലാവും, ഒരു കോമൺ മോഹൻലാൽ ഉണ്ണിമുകുന്ദൻ ഫാൻസിന് മനസ്സിലാവും ചിലപ്പോൾ ഇങ്ങനെ ആക്ടേഴ്സ് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം, ഒരു ഫീലും ഒക്കെ. ഒരുപാട് പേര് അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയാം, ഞാൻ മാത്രമൊന്നുമില്ല, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതിന് പുറമെ അദ്ദേഹത്തിന്റെ ഒരുപാട് പഴയ വീഡിയോസ് ഉണ്ട്. അദ്ദേഹം ലാലേട്ടനെ പറ്റി സംസാരിക്കുന്ന, അദ്ദേഹം സ്ഫടികം കണ്ടപ്പോൾ അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കാൻ തോന്നിയ കാര്യം, ജനതാ ഗാരേജ് ലാലേട്ടനുള്ളത് കൊണ്ട് മാത്രം തെലുങ്കിൽ പോയി അഭിനയിച്ചത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എനിക്ക് സ്ഫടികം എന്ന സിനിമ ഞാൻ ടി വിയിൽ കണ്ടപ്പോഴാണ് എനിക്ക് ജെനുവിൻലി എനിക്കൊരു സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയത്. എനിക്ക് പുള്ളിയുടെ ഒരു ഫ്ലാംബോയൻസും ആ ആക്ഷനും അതൊക്കെ അങ്ങനെ രണ്ടുപേർ, ഇപ്പോൾ ലാൽ സാറിൻ്റെ ഒപ്പം ഞാൻ 10 വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായിട്ട് 2 അടുപ്പിച്ച് മലയാള സിനിമയിൽ അഭിനയിച്ചത്. ബ്രോ ഡാഡിയും പിന്നെ 12th മാനും. തെലുങ്ക് അഭിനയിക്കാൻ പോയത് തന്നെ ലാൽ സാറിൻ്റെ മകനായിട്ടൊരു സിനിമയുണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അല്ലാണ്ട് എനിക്കങ്ങനെ ഒരു തെലുങ്ക് സിനിമ ഇൻഡസ്ട്രിയിൽ പോയിട്ട് അഭിനയിക്കണമെന്നുണ്ടായിരുന്നില്ല. ഇതിന്റെ കൂടെ പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാല്, ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞ ആക്ടറുടെ ഞാൻ ഏറ്റവും നന്നായിട്ട് ഇന്റർവ്യൂസിലും എല്ലാത്തിലും സംസാരിക്കാൻ പറ്റുന്ന ആള് പൃഥ്വിരാജിനായിട്ട് ഇത്ര കാലം അങ്ങനെ കണ്ടത്. പൃഥ്വിരാജാണ് ഏത് ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ പറ്റിയ, ഏത് ലാംഗ്വേജിൽ പോയിട്ട് സംസാരിക്കാൻ പറ്റിയ ആളെ എനിക്ക് ഇത്ര കാലം പൃഥ്വിരാജ് മാത്രമായിരുന്നു എന്റെ ഒരു ഇതിൽ. എന്നാൽ ഉണ്ണിമുകുന്ദനെ ഞാൻ ഒരുപാട് ഉണ്ണിമുകുന്ദൻ ഇന്റർവ്യൂസ് മുന്നേ കണ്ടിട്ടുണ്ട്. മേ ബി അതൊരിക്കലും മാർക്കോക്ക് ശേഷം വന്ന ഉണ്ണിമുകുന്ദന്റെ ഒരു ചേഞ്ച് അല്ല, അദ്ദേഹത്തിന്റെ ബിഹേവിയറിലോ ക്യാരക്ടറിലോ വന്ന ചേഞ്ച് അല്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയതാവാം. നമ്മൾ ചിലപ്പോൾ, കാരണം ഞാൻ ഒരുപാട് ഉണ്ണിമുകുന്ദൻ ഇന്റർവ്യൂസ് മലയാളത്തിൽ കണ്ടിട്ടുണ്ട് മുന്നേ, പക്ഷെ അപ്പോഴൊന്നും എനിക്ക് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇത്ര ബോൾഡായിട്ട്, എനിക്കൊന്നും ഒരു ആക്ടറും, പൃഥ്വിരാജ് പോലും ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു വേറെ അതർ ലാംഗ്വേജിൽ പോയിട്ട് നമ്മൾ പറയില്ല, നമ്മളെ മലയാളത്തിനെ നെഞ്ചോട് തീർത്ത് പിടിച്ച് എവിടെ പോയാലും ആ ഒരു റൂട്ട് മറക്കാതെ, എനിക്ക് എപ്പോഴും ഉണ്ണിമുകുന്ദൻ ഇന്റർവ്യൂവിൽ അങ്ങനെ തോന്നുന്നു. ആ മലയാള സിനിമയും മലയാളം ആക്ടേഴ്സിനെയും എപ്പോഴും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഏത് ലാംഗ്വേജിൽ പോയി സംസാരിക്കാൻ മതി സംസാരിക്കുക. ഈ ഇടയ്ക്ക് ലേറ്റസ്റ്റ് എനിക്ക് ഇന്നലെ മിനിഞ്ഞാന്ന ഒരു ഇന്റർവ്യൂല് ജയനെ പറ്റി സംസാരിക്കും. നമ്മൾ മരിച്ചുപോയ നമ്മുടെ ജയനെ, തുല്യനായ നമ്മളെ നടൻ, ആക്ഷൻ ഹീറോ മലയാളത്തിൽ എക്കാലത്ത് ജയനെ പറ്റി അദ്ദേഹം സംസാരിക്കുന്ന ഇന്റർവ്യൂല്. കോളിലൊക്കെ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ഷൂട്ടിങ്ങിനിടയിൽ ഡ്യൂപ്പില്ലാതെ ചെയ്തപ്പോഴാണ് അദ്ദേഹം മരിച്ചതിനെ പറ്റിയൊക്കെ അദ്ദേഹത്തിന് ചിലപ്പോൾ അറിയ പോലും ഇല്ലാത്ത ഒരു ആങ്കറോട് അദ്ദേഹം പറയാണ്. അതായത് ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ, ബോളിവുഡ് ചാനലിൽ പോയിട്ട് അത് സംസാരിക്കുകയാണ്. സോ അത്തരത്തിലുള്ള, അതായത് ഞാൻ പറയില്ല, ചില ആൾക്കാർ നമുക്ക് നമ്മൾ അദ്ദേഹത്തിനുള്ള സ്നേഹം കൂടിക്കൂടി വരാനുള്ള കാരണം അദ്ദേഹം വെരി ഗ്രൗണ്ടഡ് ആൻഡ് റൂട്ടഡ് ആണ്. നമ്മൾ മലയാളത്തിനെയും മലയാള സിനിമയെ അത്രയധികം ഇഷ്ടപ്പെടുന്ന ആള്. സോ ഇതൊക്കെ എനിക്കൊന്ന് ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞ ഒരു ആക്ടറുടെ അദ്ദേഹത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നതാണ്. കാരണം ഇത് പെട്ടെന്ന് ഉണ്ടായതല്ല, അദ്ദേഹം പണ്ട് മുതൽ എങ്ങനെയാണ്. കാരണം പൃഥ്വിരാജ് 2011 ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു സംഭവം, ഒരു ക്ലിപ്പ് ഉണ്ട് ഉണ്ണിമുകുന്ദനെ പറ്റിയിട്ട്. ഉണ്ണി എന്ന് പറഞ്ഞിട്ട് ഒരാള്, ഞാൻ ആളുടെ സിനിമ കണ്ടിട്ടില്ല, ബട്ട് ഐ ഹാപ്പൻ ടു മീറ്റ് ഹിം. ഹിസ് ഗോട്ട് എ ഗ്രേറ്റ് ആറ്റിറ്റ്യൂഡ്. വളരെ പ്രൊഫഷണലായി ഇതിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. സോ നമുക്കാണ് സത്യത്തില് ഉണ്ണിമുകുന്ദനെ അറിയാതെ പോയത്, അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദന്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് അറിയാതെ പോയത്. നമ്മൾ അദ്ദേഹത്തിനെ മനസ്സിലാക്കാൻ ലേറ്റ് ആയെന്നുള്ളൂ സത്യം പറഞ്ഞാല്. അദ്ദേഹം പണ്ട് മുതൽ എങ്ങനെയാണ്, അദ്ദേഹം സിനിമ ഇൻഡസ്ട്രിയിൽ വന്ന മുതൽ അദ്ദേഹം എങ്ങനെയാണ്. സോ ഈ ഒരു വീഡിയോ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയില്ല. മേ ബി എന്നെ പോലെ ചില ഭ്രാന്തന്മാർ ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാൻ ഇഷ്ടമുള്ള കുറച്ചു പേരെങ്കിലും ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ണിമുകുന്ദൻ, മോഹൻലാൽ കോമൺ ഫാൻസ് ആയ ആൾക്കാരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.